നാം ആത്മീയരായിട്ടാണ് ജനിക്കുന്നത്, ആത്മീയരായിട്ടാണ് മരിക്കുന്നതും. ആത്മീയത എന്നത് നമ്മുടെ ആത്മാവിനെയോ ചൈതന്യത്തെയോ കുറിച്ചുള്ള ബോധ്യമാണ്. ഈ ജന്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മം നിലനിൽക്കുന്ന അത്രയും സമയം യാതൊരു ഇടപെടലുമില്ലാതെ നമ്മുടെ നിലനിൽപ്പ് നിലനിർത്തുന്ന ആ അടിസ്ഥാന ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം, അതായത് സ്വാത്മബോധം തന്നെയാണ് ആത്മീയത. ഈ ബോധ്യം ഓരോ നിമിഷവും വർദ്ധിച്ചു വരുമ്പോൾ ആത്മീയതയുടെ ഉയർന്ന നിലകളിലേക്ക് നാം ഉയരുന്നു. ഇതിന് മതങ്ങളോടോ അധ്യാപകരോടോ പ്രസംഗകരോടോ ഗുരുക്കന്മാരോടോ യാതൊരു ബന്ധവുമില്ല. ഇത് ലളിതമായ ഒരു ബോധ്യം മാത്രമാണ്, ശുദ്ധമായ ബോധ്യം. സകല ആത്മാക്കളുടെയും പിതാവായ ശിവൻ എല്ലാ ജീവജാലങ്ങളുടെയും അനിവാര്യമായ ലക്ഷ്യമാണ്. ശിവൻ്റെ വാസസ്ഥലമായ കൈലാസം ഓരോ ആത്മാവിൻ്റെയും യഥാർത്ഥ ഭവനമാണ്. അതുകൊണ്ട് തന്നെ കൈലാസത്തിലേക്കുള്ള യാത്ര മനുഷ്യജന്മത്തിൻ്റെ പരമയാത്രയാണ്. കൈലാസം എല്ലാ തടസ്സങ്ങളും നീക്കുന്നു. അസ്തിത്വത്തിൻ്റെ മുഖാവരണങ്ങൾ, അതായത് മുഖംമൂടികൾ ചീന്തി മാറ്റുന്നു. ബന്ധങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആപേക്ഷിക സത്യങ്ങളെ അത് നശിപ്പിക്കുന്നു. അത് മനുഷ്യനെ നിർമ്മലനാക്കുന്നു, നഗ്നനാക്കുന്നു, ഈശ്വരനിലേക്കുള്ള യാത്രയ്ക്ക് സജ്ജമാക്കി മാറ്റുന്നു. ഭൂരിഭാഗം സമയങ്ങളിലും ഇത് കഠിനമായൊരു യാത്രയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള ബന്ധനങ്ങൾ ഭാരങ്ങളായി നമ്മെ ചുറ്റിവരിഞ്ഞിരിക്കുന്നു. കൈലാസം മനുഷ്യൻ്റെ പരമയാത്രയും മനുഷ്യരാശിയുടെ പരമസാക്ഷാത്കാരവുമാണ്. കൈലാസം എന്നത് ആകാശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം മാത്രമല്ല, മനുഷ്യൻ്റെ ആകാംക്ഷയുടെ അതിരുകളിൽ വെല്ലുവിളിയായി നിലകൊള്ളുന്ന ഒരവസ്ഥയാണ്. അത് ഇച്ഛാശക്തിയുടെയും സഹനശേഷിയുടെയും പരീക്ഷണമാണ്. പരമമായ തപസ്സിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പരമമായ ഗമ്യസ്ഥാനം, പരമമായ വൈരാഗ്യം, സത്തയുടെ പരമമായ അവസ്ഥ, മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പൂർത്തീകരണം, ഭൂമിയിലെ ജനന മരണ ബന്ധനങ്ങളെ അതിജീവിച്ചുള്ള അന്തിമമായ ആ ലയനത്തിൻ്റെ വാഗ്ദാനം കൂടിയാണ് അത്. ഓരോ ആത്മാ അന്വേഷിയും മനസ്സിൻ്റെ പരിപൂർണമായ ശാന്തതയെ ആഗ്രഹിക്കുന്നു. എല്ലാ ഭിന്നതകളെയും കടന്നുള്ള ഏകമായ അനുഭവത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥ. വ്യക്തത ഉണ്ടോ ഇല്ലയോ എന്നത് അല്ല, എല്ലാവരും ആ ഒരേ ഒരു ഏകചൈതന്യത്തെയും അതുമായി ബന്ധപ്പെട്ട ബോധ്യത്തെയും ആഗ്രഹിക്കുന്നു. കടുത്ത ഭൂപ്രദേശങ്ങൾ, ഉയർന്ന സ്ഥലങ്ങളിലെ ഓക്സിജന്റെ കുറവ്, പ്രവചിക്കാനാവാത്ത കാലാവസ്ഥ, ഇതെല്ലാം കൂടാതെ അറിയപ്പെടാത്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ അനിശ്ചിതത്വങ്ങൾ. സൂക്ഷ്മമായ വിശദാംശങ്ങൾ വഴി ഉൾപ്പെടുത്തി പദ്ധതികൾ തയ്യാറാക്കിയാലും പലവട്ടം ചർച്ച ചെയ്ത് പരിശീലിച്ചാലും ഒന്നും പ്രവചിക്കാനാവില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിയാം. ആലിപ്പഴത്തിൻ്റെ മഴ, മേഘവിസ്ഫോടനങ്ങൾ, കനത്ത മഴ, അല്ലെങ്കിൽ അധികാരികളുടെ മനോഭാവത്തിലെ ഒരു മാറ്റം. ആനന്ദഭരിതമായ ഒരു തീർത്ഥയാത്രയെ ഒരു നിമിഷം കൊണ്ട് അത് വേദനയാക്കാൻ കഴിയും. ഇതിന് സംഘാടകരോടോ ഷെർപ്പമാരോടോ ബന്ധമില്ല. അവർ തീർത്ഥാടകരെ പോലെ തന്നെ നിസ്സഹായരാണ്. ഉള്ളിലെ ആഴത്തിലുള്ള പൂർത്തീകരണത്തിനുള്ള വാഞ്ച, സ്വയം പൂർണ്ണമായ ഏകത അവസ്ഥയിലെത്തുവാനുള്ള ആഗ്രഹം, ഇതാണ് ഈ ദുഷ്കരയാത്ര ഏറ്റെടുക്കുവാനുള്ള രഹസ്യം. പതിവായിട്ടുള്ള കംഫർട്ട് സോൺ, അതായത് സൗകര്യത്തിൻ്റെ സ്ഥലം തകർത്ത് അറിയപ്പെടാനാവാത്തതിലേക്കും പ്രവചിക്കാനാവാത്തതിലേക്കും കടക്കുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നത് ഇതാണ്. കൈലാസ് ആരെയും വെറുതെ വിടുകയില്ല, അതായത് കയ്യിൽ ഒന്നും നൽകാതെ വിടില്ല. ഇതാണ് എൻ്റെ അനുഭവം. ഇത് നമ്മുടെ മേലുള്ള കൃത്രിമമായ പുറംപാളികൾ നീക്കം ചെയ്യുന്നു. ചുറ്റുമുള്ള അനവധി വ്യാജമായ ബന്ധങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നു. പലപ്പോഴും ഇത് വേദനാജനകമാണ്. കാരണം നാം അതിൽ സംതൃപ്തരായവരാണ്, കാലക്രമേണ അതിനൊപ്പം ജീവിച്ചവരാണ്. ഇത് മഹാദേവനായ ശിവൻ്റെ പുണ്യവാസസ്ഥലമാണ്, രൂപങ്ങളെ അതിജീവിച്ച പരമചൈതന്യത്തിൻ്റെ പ്രതീകം. ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നിത്യമായ പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ. വിജയകരമായ യാത്രയ്ക്ക് ഉറപ്പു നൽകുന്നത് ഒരേ ഒരു ശക്തിയാണ്, അചഞ്ചലമായ വിശ്വാസം. അതാണ് അനുഗ്രഹത്തെ ഉണർത്തുന്നത്. ഓരോ തീർത്ഥാടകനും ഏതെങ്കിലും രീതിയിൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടേക്കാം. ഈ പ്രിയപ്പെട്ട യാത്രയിൽ നാം ഓരോരുത്തരും നമ്മുടെ പരിധികളെ, മറച്ചുവെച്ച സ്വഭാവങ്ങളെ, യഥാർത്ഥ സ്വഭാവശേഷികളെ തിരിച്ചറിയുന്നു. നിസ്സഹായതയെ പലപ്പോഴും നേരിടേണ്ടി വരും. അവിടെയും വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം മാത്രമാണ് യാത്രയെ കൈപിടിച്ച് ഉയർത്തുന്നത്. സ്വയം അംഗീകരിക്കൽ, സ്വന്തം പരിമിതികൾ, പരിസ്ഥിതികൾ എല്ലാം പൂർണ്ണമായി അംഗീകരിക്കൽ അനിവാര്യമാണ്.
വേറെ ഒരു വഴിയുമില്ല. സത്യം കൈപ്പുള്ളതാണെങ്കിലും സ്വീകരിക്കണം. പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അനുഭവങ്ങളാണ് അവിടെ. ഷേർപ്പമാർ നമ്മുടെ സൗകര്യത്തിനായി പരിശ്രമിച്ചാലും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഓക്സിജൻ കുറവും നമ്മുടെ കരുത്തിനെ പരമാവധി പരീക്ഷിക്കും. ഹൃദയപൂർവമായ നന്ദിയോടെ ദൈവസന്നിധിയിൽ എത്താൻ അവസരം ലഭിച്ചതിനുള്ള കൃതജ്ഞതയോടെ പൂർണ്ണ ശരണാഗതി സ്വീകരിക്കൽ, ഇതാണ് യാത്രയെ ലളിതമാക്കുന്നത്. കൈലാസം നമ്മൾ സൂക്ഷ്മമായി സംരക്ഷിച്ചു വച്ചിരുന്ന ഭാവപ്രകടനങ്ങളെ നീക്കി നമ്മെ നഗ്നസത്യത്തിലേക്ക് നയിക്കുന്നു. മറവ് ചെയ്യപ്പെടുന്ന സൗഹൃദങ്ങൾ, ദുർബല ബന്ധങ്ങൾ, പൊങ്ങച്ചം നിറഞ്ഞ അഹങ്കാരങ്ങൾ, കൃത്രിമ പ്രതിച്ഛായകൾ, സ്വയമേവയുള്ള അശുദ്ധ ബന്ധങ്ങൾ എല്ലാം പൊഴിഞ്ഞു വീഴും. നിങ്ങളെ നിങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് അംഗീകരിക്കുവാൻ കൈലാസം നിർബന്ധിതരാക്കുന്നു. ശരീരത്തിൻ്റെ നിസ്സാരതയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ശരീരം കാലക്രമേണ ക്ഷയിച്ചാലും ആത്മാവാണ് ഏകസത്യമെന്ന ബോധ്യമുണരുന്നു. മാനസ സരോവറിൻ്റെ കണ്ണാടിയിൽ നിങ്ങളുടെ യഥാർത്ഥ നിർമ്മല സ്വരൂപം കാണാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് ഒരു തെരഞ്ഞെടുപ്പുമില്ലാത്ത അനുഭവമാണ്. അസത്യമായ എല്ലാം ഒരു നാൾ വീഴും, തീർച്ചയായും വീഴും. വർഷങ്ങളായി അനവധി തീർത്ഥാടകർ പങ്കുവച്ച അനുഭവം ഇതാണ്. കൈലാസം നിങ്ങളെ പിടിച്ചു കുലുക്കുകയും അനുമാനിക്കാൻ പോലും ആകാത്ത രീതിയിൽ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇന്നർ കോറ എന്ന ഗ്രന്ഥത്തിൽ മോഹൻജി എഴുതിയിരുന്ന വരികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്.